ഡോട്ട് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണ് ഇനി പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി എന്നതാണ്. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ വെക്റ്റേഴ്സ് എന്നുമുണ്ട്, ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ ഡിസ്റ്റൻസസ് എന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ വെക്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ വെക്റ്റേഴ്സ്. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇഫ് വെക്റ്റർ യു ആൻഡ് വെക്റ്റർ വി ആർ വെക്റ്റേഴ്സ് ഇൻ n space Rn, then norm of u plus v, അവരുടെ സമ്മിന്റെ നോം is less than or equal to norm of u plus norm of v. u plus v യുടെ നോം യുവിൻ്റെയും വിയുടെയും നോമുകൾ കൂട്ടിയാൽ കിട്ടുന്നതിനേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും. ഇതിനെയാണ് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഇഫ് വെക്റ്റർ u and വെക്റ്റർ v are vectors in Rn, then norm of u plus v is less than or equal to norm u plus norm v. അതിൻ്റെ പ്രൂഫ് അറിയണം. പ്രൂവ് ചെയ്യാൻ എക്സാമിന് ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ വെക്റ്റേഴ്സ് എന്നായിരിക്കും ചോദിക്കുക. പ്രൂഫ് നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ സ്ക്വയറിൽ നിന്ന് തുടങ്ങുന്നു. നോം യു പ്ലസ് വി സ്ക്വയർ. ഒരു വെക്റ്ററിൻ്റെ നോമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആ വെക്റ്ററിന് അതുമായുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ് എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. നോം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വിക്ക് വിയുമായുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ്. വി ഡോട്ട് വി എന്ന ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. ഏത് വെക്റ്ററിൻ്റെയും നോമിൻ്റെ സ്ക്വയർ കാണാൻ ആ വെക്റ്ററിന് അതുമായുള്ള ഡോട്ട് പ്രൊഡക്റ്റ് കാണണം. അപ്പോൾ യു പ്ലസ് വിയുടെ നോമിൻ്റെ സ്ക്വയർ കാണാൻ യു പ്ലസ് വിയുമായി തന്നെ ഡോട്ട് ചെയ്യണം, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. യു പ്ലസ് വി ഡോട്ട് യു പ്ലസ് വി എന്ന് എഴുതാം. ഇനി നമുക്കിത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ നമ്പേഴ്സിലെ പോലെ തന്നെ വെക്റ്റേഴ്സിലും പ്രോപ്പർട്ടി പഠിച്ചതാ. യു ഡോട്ട് വി പ്ലസ് ഡബ്ല്യു എന്ന് വന്നാൽ അത് യു ഡോട്ട് വി പ്ലസ് യു ഡോട്ട് ഡബ്ല്യു എന്ന് എഴുതാം എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. യു ഡോട്ട് യു പ്ലസ് യു ഡോട്ട് വി പ്ലസ് വി ഡോട്ട് യു ലാസ്റ്റ് പ്ലസ് വി ഡോട്ട് വി. ഇതിൽ യു ഡോട്ട് യു എന്ന ആദ്യത്തെ ടേമിനെ നമുക്ക് നോം യു സ്ക്വയർ എന്ന് എഴുതാം. കാരണം ഒരു വെക്ടറിന് അതുമായിട്ട് തന്നെയുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ യു ഡോട്ട് യു എന്നതിന് പകരം നോം യു സ്ക്വയർ എന്ന് എഴുതാം. ഈ ലാസ്റ്റിലുള്ള വി ഡോട്ട് വി എന്നതിന് പകരം നോം വി സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ ഇടയ്ക്ക് വരുന്ന രണ്ട് ടേമുകളും സെയിം ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്കറിയാം. യു ഡോട്ട് വി എന്ന് പറയുന്നതും വി ഡോട്ട് യു എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ വി ഡോട്ട് യുവിനെയും നമുക്ക് തിരിച്ച് യു ഡോട്ട് വി എന്ന് വായിക്കാം. അപ്പോൾ ഇത് യു ഡോട്ട് വി പ്ലസ് യു ഡോട്ട് വി എന്നാണ്. അതിനെ നമുക്ക് ടു യു ഡോട്ട് വി എന്ന് എഴുതാം. പ്ലസ് ടു ഇൻറ്റു യു ഡോട്ട് വി എന്ന് എഴുതാം. ഇനി ഇതുവരെ നമുക്ക് ഇക്വേഷൻ ആണ്, ഇവിടെ എല്ലാം ഈക്വൽസ് ആണ് വന്നേക്കുന്നത്. ഈക്വൽസ് ആണ്. ഇനി നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ഇനിക്വാളിറ്റിയിലേക്ക് പോകാൻ പോവുക. നമുക്കറിയാം ഏതൊരു നമ്പറും, ഇപ്പൊ ഈ യു ഡോട്ട് വി എന്ന് പറഞ്ഞ ഒരു സ്കെയിലാറാണ്. യു ഡോട്ട് വി എന്ന് പറയുന്നത് സ്കെയിലാറാണ്. ഏതൊരു സ്കെയിലാറും അതിന്റെ മോഡുലസിനേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും. കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് കെ ആയിരിക്കും, അല്ലേ? ഇപ്പൊ -2 എന്ന് പറയുന്നത് ലെസ് ദാൻ മോഡ് -2 ആ. -2 ഇസ് ലെസ് ദാൻ മോഡ് -2 ആ. മോഡ് -2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അതിനൊക്കെ ചെറുതല്ലേ -2? അത് ഇനി കെ പോസിറ്റീവ് സംഖ്യ ആവുകയാണെങ്കിൽ ഇപ്പൊ 3 ഈസ് ഈക്വൽ ടു മോഡ് 3 എന്ന്. അവിടെ ഈക്വൽസ് ആ വരുന്നത്. പോസിറ്റീവ് ആകുമ്പോൾ ഈ കെ പോസിറ്റീവ് ആണെങ്കിൽ ഇതിലെ ഈക്വാളിറ്റി വരും. കെ നെഗറ്റീവ് ആണെങ്കിൽ ഇതിലെ ലെസ് ദാൻ എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഇൻ ജനറൽ കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇറ്റ്സ് മോഡുലസ് ആണ്.
അതിവിടെ അപ്ലൈ ചെയ്യാൻ പോവുക. അപ്പോൾ ഈ യു ഡോട്ട് വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിന്റെ മോഡുലസ് ആയിരിക്കും. യു ഡോട്ട് വി എന്ന് പറയുന്നത് സ്കെയിലാർ പ്രോഡക്റ്റ് ആണല്ലോ, അതൊരു സ്കെയിലാർ ആണല്ലോ. അപ്പോൾ ഈ യു ഡോട്ട് വിക്ക് പകരം ഞാൻ മോഡ് യു ഡോട്ട് വി എന്ന് എഴുതുകയാണ്. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കണം. കാരണം കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെക്ക് പകരം നമ്മൾ മോഡ് കെ എന്ന് കൊടുത്താൽ അവിടെ ലെസ് ദാൻ ഈക്വൽസ് മാറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡ് യു ഡോട്ട് വി പ്ലസ് നോം വി സ്ക്വയർ. എന്തുകൊണ്ടാണ് ലെസ് ദാൻ ഈക്വൽ ടു വന്നത്? ഇപ്പം നമ്മൾ എഴുതിയ ക്വാണ്ടിറ്റി വലുതാണ്, യു ഡോട്ട് വി ഒക്കെ വലുതാണ്, അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് വലുതോ തുല്യമോ ആണ്. ഇനി ഇവിടെ നമ്മൾ ഷ്വാർട്സ് ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യണം. എന്താണ് ഷ്വാർട്സ് ഇനിക്വാളിറ്റി? മോഡുലസ് ഓഫ് കോഷി ഷ്വാർട്സ് ഇനിക്വാളിറ്റി. നമ്മൾ ഷ്വാർട്സ് ഇനിക്വാളിറ്റി എന്ന് മാത്രമായിട്ടും പറയും. കോഷി ഷ്വാർട്സ് ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് മോഡ് യു ഡോട്ട് വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം യു ഇൻറ്റു നോം വി. ലാസ്റ്റ് ക്ലാസ്സിൽ അത് നമ്മൾ പഠിച്ചതാണ്. മോഡുലസ് ഓഫ് യു ഡോട്ട് വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം യു ഇൻറ്റു നോം വി. വീണ്ടും അത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അഗെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും. ഫസ്റ്റ് ടൈമിന് മാറ്റമില്ല, നോം യു സ്ക്വയർ. സെക്കൻഡ് ടൈമിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. പ്ലസ് 2 ഇൻറ്റു ഇതിന് പകരം മോഡ് യു ഡോട്ട് വിക്ക് പകരം അതിനേക്കാൾ വലിയ ക്വാണ്ടിറ്റി കൊടുക്കുന്നു, നോം യു ഇൻറ്റു നോം വി പ്ലസ് ലാസ്റ്റ് ടൈമിന് വ്യത്യാസമൊന്നുമില്ല, നോം വി സ്ക്വയർ. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കിട്ടിയേക്കുന്ന എക്സ്പ്രഷൻ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമാണ്. നോം യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു നോം യു നോം വി പ്ലസ് നോം വി സ്ക്വയർ, അതായത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമാണ്. അതിനെ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, വീണ്ടും ഇവിടെ ഈക്വൽസ് ആണ്, ഈക്വൽസ് നോം യു എ ആയിട്ട് എയുടെ സ്ഥാനത്ത് നോം യു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നോം യു പ്ലസ് ഇവിടെ ബി സ്ക്വയർ, ബി ആയിട്ട് വരുന്നത് നോം വി ആണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. നമുക്കിപ്പോൾ കിട്ടിയ ഒന്നുകൂടെ എടുത്തെഴുതാം. നമ്മൾ തുടങ്ങിയത് നോം യു പ്ലസ് വി ഹോൾ സ്ക്വയർ ചെയ്യുന്ന നോം ഓഫ് വെക്റ്റർ യു പ്ലസ് വെക്റ്റർ വി ഹോൾ സ്ക്വയർ. എന്നിട്ട് ഇടയ്ക്ക് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്, ഇക്വാളിറ്റി ഉണ്ട്, ഇനിക്വാളിറ്റി ആയ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതേണ്ടത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം യു പ്ലസ് നോം വി സ്ക്വയർ. ഇനി രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക. നമുക്കറിയാം എ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നാണ്. എയും ബിയും പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതാം, രണ്ട് സൈഡിലും റൂട്ട് എടുത്തിട്ട്. എ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയാം. എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്ന് സ്ക്വയർ കളയാം. എയും ബിയും പോസിറ്റീവ് ആയിരിക്കണം, പോസിറ്റീവ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ളവ രണ്ടും പോസിറ്റീവ്. നോം ഓഫ് യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, നോൺ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് അല്ലാത്ത നമ്പർ ആണ്. നോം യു പ്ലസ് നോം വി നോമുകളുടെ സമ്മാണ്, അത് നെഗറ്റീവ് ആവില്ല. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് സ്ക്വയർ കളയാം, എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പോൾ നോം ഓഫ് യു പ്ലസ് വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ കളഞ്ഞ് പറയുമ്പം നോം യു പ്ലസ് നോം വി. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി പ്രൂവ് ചെയ്തു. നോം ഓഫ് യു പ്ലസ് വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം യു പ്ലസ് നോം വി. അടുത്തതായിട്ട് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ ഡിസ്റ്റൻസസ്. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത വെക്ടേഴ്സിന്റെ ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമിന് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി എന്ന് മാത്രം ചോദിക്കുക, പറയുന്നില്ല പ്രത്യേകിച്ച് വെക്ടറിനോ ഡിസ്റ്റൻസിനോ. അപ്പോൾ നമ്മൾ വെക്ടേഴ്സിന്റെ ചെയ്യേണ്ടത്, ആദ്യത്തേതാണ് ചെയ്യേണ്ടത്. അതിന് ഞാൻ ജനറലി ട്രയാങ്കിൾ ഇനിക്വാളിറ്റി എന്ന് അറിയപ്പെടുന്നത്. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ ഡിസ്റ്റൻസസ്. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ ഡിസ്റ്റൻസസ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. 3 വെക്ടർ വെച്ചാണ് ഇത് പറയുന്നത്. ഇഫ് വെക്ടർ യു, വെക്ടർ വി ആൻഡ് വെക്ടർ ഡബ്ല്യു ആർ വെക്ടേഴ്സ് ഇൻ Rn, n space, then the distance between u and v, d of u comma v, is less than or equal to distance between u comma w plus the distance between w comma v. അതായത് ഈ യുവിനും വിക്കും ഇടയ്ക്കേക്ക് ഒരു ഡബ്ല്യു കൊണ്ടുവന്നിട്ട് ആ ഡബ്ല്യു വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ്. യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കാൻ യുവിൽ നിന്ന് ഡബ്ല്യുവിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം, എന്നിട്ട് ഡബ്ല്യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം. ആ രണ്ടുകൂടെ ആഡ് ചെയ്യണം. പക്ഷെ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസ്റ്റൻസ് യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസിനേക്കാൾ
കൂടുതലായിരിക്കും. യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ്, യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസിന് യുവിൽ നിന്ന് ഡബ്ല്യുവിലേക്കുള്ള ഡിസ്റ്റൻസും ഡബ്ല്യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ആ ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്തേക്കുവാണ്. യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് യുവിൽ നിന്ന് ഡബ്ല്യുവിലേക്കുള്ള ഡിസ്റ്റൻസിന്റെയും ഡബ്ല്യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസിന്റെയും സമ്മിനേക്കാൾ കുറവായിരിക്കും യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ അതിനെയാണ് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ ഡിസ്റ്റൻസസ് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാം. നമ്മൾ ഇപ്പൊ പഠിച്ച ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ വെക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. പ്രൂഫ് ഡി ഓഫ് യു കോമ വി. നമ്മൾ നേരത്തെ ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചായിരുന്നു. ഡി ഓഫ് യു കോമ വി എന്ന് പറഞ്ഞാൽ നോം യു മൈനസ് വി ആണ്. യുവും വിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു മൈനസ് വിയുടെ നോമാണ്. ഡി ഓഫ് യു കോമ വി ഈസ് ഡിഫൈൻഡ് ആസ് നോം ഓഫ് യു മൈനസ് വി ഇസ് ഈക്വൽ ടു, ഇതിലേക്ക് ഞാൻ ഡബ്ല്യു കൊണ്ടുവരികയാണ്, യു മൈനസ് ഡബ്ല്യു എന്ന് എഴുതുന്നു, എന്നിട്ട് വീണ്ടും പ്ലസ് ഡബ്ല്യു എന്ന് എഴുതുന്നു. അപ്പോൾ വാല്യൂ മാറത്തില്ലല്ലോ, മൈനസ് വി. നമുക്ക് നോം യു മൈനസ് വി എന്നായിരുന്നു, അതിൻ്റെ ഇടയ്ക്കേക്ക് മൈനസ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വാല്യൂ മാറില്ല, കാരണം അത് ക്യാൻസൽ ആയി പോകുന്നതാണ്. മൈനസ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ക്യാൻസൽ ആക്കിയാൽ അത് യു മൈനസ് വി തന്നെ. എന്നിട്ട് ഇവിടെ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുക. ഈ യു മൈനസ് ഡബ്ല്യുവിനെ ഫസ്റ്റ് വെക്ടറായും പ്ലസ് ഡബ്ല്യു മൈനസ് വിയെ സെക്കൻഡ് വെക്ടറായും കണ്ടുകൊണ്ട് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി പറയുന്നത്? സമ്മിന്റെ നോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ദി ഫസ്റ്റ് വെക്ടർ പ്ലസ് നോം ഓഫ് ദി സെക്കൻഡ് വെക്ടർ. ഇവിടെ ഫസ്റ്റ് വെക്ടർ ആയിട്ട് യു മൈനസ് ഡബ്ല്യു എടുക്കുക, പ്ലസ് നോം ഓഫ് ദി സെക്കൻഡ് വെക്ടർ ആയിട്ട് ഡബ്ല്യു മൈനസ് വി എടുക്കുക. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി പഠിച്ചത് നോം ഓഫ് യു പ്ലസ് വി, അതായത് രണ്ട് വെക്ടറുകളുടെ സമ്മിന്റെ നോം കാണാൻ ഓരോന്നിന്റെ നോം എടുത്ത് ആഡ് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ തുല്യമോ ആയിരിക്കും എന്നുള്ളതാണ്. അത് നോം ഓഫ് എ സം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ദി ഫസ്റ്റ് വെക്ടർ പ്ലസ് നോം ഓഫ് ദി സെക്കൻഡ് വെക്ടർ. അങ്ങനെ വായിക്കുക. അപ്പൊ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ സം എന്ന് പറയുന്ന സമ്മിന് പുറകിലും മുന്നിലുള്ള വെക്ടറുകൾ വി മൈനസ് ഡബ്ല്യു ഡബ്ല്യു മൈനസ് വിയുമാണ്. സോ നോം ഓഫ് ദി ഫസ്റ്റ് വെക്ടർ എന്ന് പറയുന്നത് നോം യു മൈനസ് ഡബ്ല്യു പ്ലസ് നോം ഓഫ് ദി സെക്കൻഡ് വെക്ടർ എന്നത് നോം ഡബ്ല്യു മൈനസ് വി എന്നാണ്. ഇസ് ഈക്വൽ ടു നോം ഓഫ് യു മൈനസ് ഡബ്ല്യു ആണ് എന്ത്? ഡിസ്റ്റൻസ് ഓഫ് യു കോമ ഡബ്ല്യു. ഡിസ്റ്റൻസ് ഓഫ് യു കോമ വി എന്ന് പറഞ്ഞാൽ നോം ഓഫ് യു മൈനസ് വി ആണ്. അപ്പോൾ നോം ഓഫ് യു മൈനസ് ഡബ്ല്യു എന്താ? ഡിസ്റ്റൻസ് ഓഫ് യു കോമ ഡബ്ല്യു. പ്ലസ് സിമിലർലി നോം ഓഫ് ഡബ്ല്യു മൈനസ് വിയെ ഡിസ്റ്റൻസ് ഫോമിൽ എഴുതുമ്പം ഡി ഓഫ് ഡബ്ല്യു മൈനസ് വി, ഡബ്ല്യു കോമ വി, ഡി ഓഫ് ഡബ്ല്യു കോമ വി. അതാണ് എന്ത്? നോം ഓഫ് ഡബ്ല്യു മൈനസ് വി. ആൻസർ ആയി കഴിഞ്ഞു. ഇവിടെ ഇടയ്ക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നതുകൊണ്ട് എടുത്ത് പറയുമ്പോൾ therefore ഡി ഓഫ് യു കോമ വി, അതായിരുന്നു നമ്മുടെ ലെഫ്റ്റ് സൈഡ്, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡിലെ അവസാനം കിട്ടിയത് ഡി ഓഫ് യു കോമ ഡബ്ല്യു പ്ലസ് ഡി ഓഫ് ഡബ്ല്യു കോമ വി. ദിസ് ഈസ് കോൾഡ് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ ഡിസ്റ്റൻസസ്. അപ്പോൾ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ വെക്ടേഴ്സും ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഫോർ ഡിസ്റ്റൻസസുമാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അടുത്തൊരു റിസൾട്ടിലേക്ക് പോകാം. ഇതിനെ അറിയപ്പെടുന്നത് പാരലലോഗ്രാം ലോ എന്നാണ്, അല്ലെങ്കിൽ പാരലലോഗ്രാം ഇക്വേഷൻ എന്നാണ് ഫോർ വെക്ടേഴ്സ്. പാരലലോഗ്രാം ലോ അല്ലെങ്കിൽ പാരലലോഗ്രാം ഇക്വേഷൻ ഫോർ വെക്ടേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, അനദർ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. പാരലലോഗ്രാം ലോ ഫോർ വെക്ടേഴ്സ് അല്ലെങ്കിൽ പാരലലോഗ്രാം ഇക്വേഷൻ ഫോർ വെക്ടേഴ്സ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം. രണ്ട് വെക്ടർ വെച്ചാ പറയുന്നത്. ഇഫ് വെക്ടർ യു ആൻഡ് വെക്ടർ വി ആർ വെക്ടേഴ്സ് ഇൻ n സ്പേസ്, then ഇതിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റ് കാണാതെ അറിയണം. then നോം ഓഫ് യു പ്ലസ് വി സ്ക്വയർ പ്ലസ് നോം ഓഫ് യു മൈനസ് വി സ്ക്വയർ is equal to, ഇത് ഇക്വേഷൻ ആണ്, ഇനിക്വാളിറ്റി അല്ല. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ആയിരുന്നു, ലെസ് ദാൻ ഈക്വൽ ടു എന്നായിരുന്നു. ഇത് പാരലലോഗ്രാം ഇക്വേഷൻ ആണ്. ഈക്വൽസ് is equal to 2 into 2 times നോം യു സ്ക്വയർ പ്ലസ് നോം വി സ്ക്വയർ. യു പ്ലസ് വിയുടെ നോമിന്റെ സ്ക്വയർ
യു പ്ലസ് വിയുടെ നോം സ്ക്വയറും യു മൈനസ് വിയുടെ നോം സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് യുവിന്റെ നോം സ്ക്വയറും വിയുടെ നോം സ്ക്വയറും ആഡ് ചെയ്താൽ കിട്ടുന്നതിന്റെ ഡബിളിന് ചോയ്സിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. എളുപ്പമാണ് പ്രൂഫ്. ട്രയാങ്കിൾ ഇനിക്വാളിറ്റിയേക്കാൾ എളുപ്പത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രൂഫ് ലെഫ്റ്റ് സൈഡ് എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡ് എടുക്കുക. നോം ഓഫ് യു പ്ലസ് വി സ്ക്വയർ പ്ലസ് നോം ഓഫ് യു മൈനസ് വി സ്ക്വയർ. നമ്മൾ മുമ്പേ പറഞ്ഞ പ്രോപ്പർട്ടി, ഒരു വെക്ടറിന്റെ നോമിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതിന് അതുമായുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴും ഡോട്ട് പ്രൊഡക്റ്റിലേക്ക് മാറ്റണം. നോം സ്ക്വയർ എന്ന് വന്നാൽ അതിനുടനെ ഡോട്ട് പ്രൊഡക്റ്റിലേക്ക് മാറ്റണം. ആ വെക്ടറിന് അതുമായുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് എഴുതണം. അപ്പൊ യു പ്ലസ് വിയുടെ നോം സ്ക്വയർ എന്നുള്ളത് യു പ്ലസ് വി ഡോട്ട് യു പ്ലസ് വി. എന്നിട്ട് ഇവിടെ ഇടയ്ക്ക് പ്ലസ് ഉണ്ട്, ആ പ്ലസ് കൊടുക്കുക. പ്ലസ് യു മൈനസ് വിയുടെ നോം സ്ക്വയർ, അപ്പൊ അത് യു മൈനസ് വി ഡോട്ട് യു മൈനസ് വി, യു മൈനസ് വി ഡോട്ട് യു മൈനസ് വി. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി, നേരെ നമുക്ക് ആൻസറിലോട്ട് പോകാൻ പറ്റും. ഈക്വൽസ് 4 ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക. യു ഡോട്ട് യു പ്ലസ് യു ഡോട്ട് വി പ്ലസ് വി ഡോട്ട് യു പ്ലസ് വി ഡോട്ട് വി. ഇനി ഇടയ്ക്കുള്ള ഈ പ്ലസ് പ്ലസ് ഇതും അതുപോലെ എക്സ്പാൻഡ് ചെയ്യുക. യു ഡോട്ട് യു then u dot minus v, അപ്പം മൈനസ് യു ഡോട്ട് വി, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ് വരുന്നത്, മൈനസ് യു ഡോട്ട് വി. നെക്സ്റ്റ് മൈനസ് വി ഡോട്ട് യു എന്ന മൈനസ് വി ഡോട്ട് യു, ലാസ്റ്റ് മൈനസ് വി ഡോട്ട് മൈനസ് വി എന്ന അത് പ്ലസ് ആകും, പ്ലസ് വി ഡോട്ട് വി. സ്കെയിലേഴ്സ് ഒക്കെ ഇനി പുറത്തേക്ക് പോരും, നമ്മൾ പഠിച്ചതാ. യു ഡോട്ട് കെ വി എന്ന് പറയുമ്പോൾ കെ ഇനി പുറത്തേക്ക് പോരും, കെ ഇൻറ്റു യു ഡോട്ട് വി എന്നാ. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ എന്നാ, മൈനസ് വൺ വി ഡോട്ട് മൈനസ് വൺ വി എന്നാ, മൈനസ് വൺ വി ഡോട്ട് മൈനസ് വൺ വി എന്നാ. അപ്പൊ ഈ മൈനസ് വണ്ണുകൾ ഇനി പുറത്തേക്ക് പോരും. മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ എന്നുള്ളത് പ്ലസ് വൺ ആകും, ബാക്കി വി ഡോട്ട് വി എന്നാകും. വൺ ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല, വി ഡോട്ട് വി, വൺ വി ഡോട്ട് വി എന്നുള്ളതിന് വി ഡോട്ട് വി എന്ന് എഴുതിയാൽ മതി. അങ്ങനെ പ്ലസ് ആകുന്നത്. ഇതിനകത്ത് ഈ പോസിറ്റീവ് യു ഡോട്ട് വിയും നെഗറ്റീവ് യു ഡോട്ട് വിയും ക്യാൻസൽ ആയി പോകും. അതേപോലെ പോസിറ്റീവ് വി ഡോട്ട് യുവും നെഗറ്റീവ് വി ഡോട്ട് യുവും ക്യാൻസൽ ആയി പോകും. പിന്നെ യു ഡോട്ട് യു എന്നുണ്ട്, അതിനെ നമുക്ക് യു ഡോട്ട് യു 2 തവണയുണ്ട്. യു ഡോട്ട് യു ഉണ്ട്, വീണ്ടും പ്ലസ് യു ഡോട്ട് യു ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് 2 യു ഡോട്ട് യു എന്ന് എഴുതാം. പ്ലസ് അതുപോലെ വി ഡോട്ട് വിയും 2 തവണ വരുന്നുണ്ട്, പ്ലസ് 2 വി ഡോട്ട് വി എന്നാകും. ഈ യു ഡോട്ട് യു എന്നുള്ളതിനെ നമുക്ക് നോം യു സ്ക്വയർ എന്ന് എഴുതാമല്ലോ. സോ 2 നോം യു സ്ക്വയർ എന്നാകും, പ്ലസ് വി ഡോട്ട് വി എന്നുള്ളതിനെ നോം വി സ്ക്വയർ എന്ന് എഴുതാം. രണ്ടിടത്തും 2 കോമൺ ആണ്, രണ്ടിലും 2 ഉണ്ട്, അത് ഇങ്ങനെ പുറത്തെടുക്കാം. 2 ഇൻറ്റു നോം യു സ്ക്വയർ പ്ലസ് നോം വി സ്ക്വയർ. സിമ്പിളാണ് എൻ്റെ പ്രൂഫ്, കിട്ടിക്കഴിഞ്ഞു. നോം യു പ്ലസ് വി സ്ക്വയർ പ്ലസ് നോം യു മൈനസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു, എല്ലായിടത്തും ഈക്വൽസ് ആണ് ശ്രദ്ധിക്കുക, ഇക്വാളിറ്റി ആണ്, ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു നോം യു സ്ക്വയർ പ്ലസ് നോം വി സ്ക്വയർ. ഇനി എന്താണ് അറിയുന്നത്? പാരലലോഗ്രാം ലോ അല്ലെങ്കിൽ പാരലലോഗ്രാം ഇക്വേഷൻ ഫോർ വെക്ടേഴ്സ് എന്നാണ്. അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമിലർ തിയറം ഉണ്ട്. പാരലോഗ്രാം ഇക്വേഷനിൽ നമ്മൾ നോം യു പ്ലസ് വി സ്ക്വയറും നോം യു മൈനസ് വി സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്യുക, അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണ്. നോം യു പ്ലസ് വി സ്ക്വയറും നോം യു മൈനസ് വി സ്ക്വയറും തമ്മിൽ മൈനസ് ചെയ്താൽ ഈ 1/4 എന്നുള്ളത് നമുക്ക് ഇപ്പുറത്തേക്ക് 4 ഇൻറ്റു എന്ന് വായിക്കാം. ഇങ്ങനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 1/4 ഒക്കെ അങ്ങ് പോകും. അപ്പൊ ശരിക്കും ഇത് നോം യു പ്ലസ് വി സ്ക്വയർ മൈനസ് നോം യു മൈനസ് വി സ്ക്വയർ എന്നുള്ളൊരു റിസൾട്ടാണ്. തിയറം, ഇതിന് പേരൊന്നുമില്ല. അനദർ റിസൾട്ട്, ഇഫ് യു ആൻഡ് വി ആർ വെക്ടേഴ്സ് ഇൻ Rn, then u dot v is equal to 1/4 into nom u plus v square minus 1/4 into nom u minus v square. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ഇതേപോലെ പ്ലസ് ചെയ്തതിന് പകരം മൈനസ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഈ പ്ലസ് ഇട്ട് ചെയ്തതിന് പകരം മൈനസ് ഇട്ട് ഇതുപോലെ ചെയ്താൽ മതി. 4 കൊണ്ട് പിന്നെ ഒരു 4 വരും,
റിസൾട്ടിനകത്ത് ആ 4 കൊണ്ട് പിന്നെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ആ ആൻസർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ പ്രൂഫ് തുടങ്ങേണ്ടത് നോം യു പ്ലസ് വി സ്ക്വയർ മൈനസ് നോം യു മൈനസ് വി സ്ക്വയർ എന്നതിൽ നിന്നാണ്. ഇസ് ഈക്വൽ ടു നോം യു പ്ലസ് വി സ്ക്വയർ എന്നുള്ളത് യു പ്ലസ് വി ഡോട്ട് യു പ്ലസ് വി. ദെൻ ഇവിടെ മൈനസ് ആണ്, സോ മൈനസ് കൊടുക്കുക. നോം യു മൈനസ് വി സ്ക്വയർ എന്നുള്ളത് യു മൈനസ് വി ഡോട്ട് യു മൈനസ് വി. ദറ്റ് ഈസ് ഈക്വൽ ടു മുമ്പത്തെ പോലെ എക്സ്പാൻഡ് ചെയ്യുക, യു ഡോട്ട് യു, then plus u dot v plus v dot u plus v dot v. പിന്നെ മൈനസ് ആണ്, സോ മൈനസ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് കൊടുക്കണം. അത് മൈനസ് ആയതുകൊണ്ട് മൈനസ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യാം. യു ഡോട്ട് യു, ദെൻ യു ഡോട്ട് മൈനസ് വി എന്നുള്ളത് മൈനസ് യു ഡോട്ട് വി എന്നാകും. മൈനസ് വി ഡോട്ട് യു, ലാസ്റ്റ് മൈനസ് വി ഡോട്ട് മൈനസ് വി, മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് വി ഡോട്ട് വി. എന്നിട്ട് നമ്മളിത് മൈനസ് ചെയ്യാൻ അകത്തോട്ട് എല്ലാത്തിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് യു ഡോട്ട് യു ആ, ഇവിടെ മൈനസ് യു ഡോട്ട് യു വരും, ക്യാൻസൽ ആയി പോകും. അതുപോലെ ഇത് വി ഡോട്ട് വി ആ, ഇവിടെ ഈ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആകും, മൈനസ് വി ഡോട്ട് വി എന്ന് വരും, അത് ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കി ഇവിടെ യു ഡോട്ട് വി ഉണ്ട്, പ്ലസ് ഇത് വി ഡോട്ട് യു അതിനെ നമുക്ക് തിരിച്ചെഴുതാം യു ഡോട്ട് വി. then ഈ മൈനസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും, പ്ലസ് യു ഡോട്ട് വി. അടുത്തതും മൈനസ് ഇൻറ്റു മൈനസ് ആ, ഈ മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആകും, വി ഡോട്ട് യു എന്നാ അതിനെ തിരിച്ചെഴുതാം യു ഡോട്ട് വി. അപ്പോൾ യു ഡോട്ട് വി തന്നെ 4 തവണ വരുന്നത്, അത് ആഡ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു യു ഡോട്ട് വി എന്നാകും. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ഒന്ന് എടുത്തെഴുതാം. ഇത് ആദ്യം എഴുതാം ലെഫ്റ്റ് സൈഡ് ആയിട്ട്. 4 ഇൻറ്റു യു ഡോട്ട് വി ഇസ് ഈക്വൽ ടു, നമ്മൾ തുടങ്ങിയതായിരുന്നു നോം യു പ്ലസ് വി സ്ക്വയർ മൈനസ് നോം യു മൈനസ് വി സ്ക്വയർ. പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ത്രൂ ഔട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 അങ്ങ് പോകും. യു ഡോട്ട് വി ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് ടൈമിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1/4 ഇൻറ്റു എന്നാകും. 1/4 ഇൻറ്റു നോം യു പ്ലസ് വി സ്ക്വയർ മൈനസ് ഇതിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ അത് 1/4 ഇൻറ്റു എന്ന് എഴുതാം. 1/4 ഇൻറ്റു നോം യു മൈനസ് വി സ്ക്വയർ. അപ്പോൾ ഇതാണ് മറ്റൊരു റിസൾട്ട്. യു ഡോട്ട് വി ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു നോം യു പ്ലസ് വി സ്ക്വയർ മൈനസ് 1/4 ഇൻറ്റു നോം യു മൈനസ് വി സ്ക്വയർ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാം പ്രൂഫിന് ഉപയോഗിച്ച പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ഒരു വെക്ടറിന്റെ നോമിന്റെ സ്ക്വയർ കാണാൻ ആ വെക്ടറിന് അതിനോട് തന്നെയുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇതെല്ലാം പ്രൂവ് ചെയ്തിരിക്കുന്നത്.